yoke will be broken because of the anointing. അഭിഷേകത്തിന്റെ പുഷ്ടി നിമിത്തം നുകം പൊട്ടിപ്പോകും, നുകം തകർന്നു പോകും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മേലൊക്കെ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ പുഷ്ടി നമ്മുടെ നുകങ്ങളെ തകർക്കാൻ അതിന് കഴിവുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ പുഷ്ടിക്ക്, എന്നിലുള്ള അഭിഷേകത്തിന് എൻ്റെ രോഗത്തെ മാറ്റാനുള്ള കഴിവുണ്ട്. എന്നിലുള്ള അഭിഷേകത്തിന് പ്രൈസ് ദി ലോർഡ് എന്നിലുള്ള തടസ്സങ്ങളെ മാറ്റാനുള്ള കഴിവുണ്ട്. എന്നിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന് എൻ്റെ പ്രതികൂലങ്ങളെ മാറ്റാനുള്ള കഴിവുണ്ട്. പ്രൈസ് ദി ലോർഡ്. അഭിഷേകത്തിന്റെ പുഷ്ടി വർദ്ധിക്കുമ്പോൾ നുകം എന്ത് ചെയ്യും? പൊട്ടിപ്പോകും, ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് പറയുന്നത് അഭിഷേകത്തിന്റെ പുഷ്ടി നിമിത്തം നുകം ഉടഞ്ഞു പോകും. എത്ര വലിയ നുകമാണേലും, എത്ര പ്രയാസമുള്ള നുകമാണേലും, എത്ര കാലപ്പഴക്കമുള്ള നുകമാണേലും, പ്രൈസ് ദി ലോർഡ്, അഭിഷേകത്തിന്റെ പുഷ്ടി നിമിത്തം നുകം ഉടഞ്ഞു പോകും. പ്രൈസ് ദി ലോർഡ്. നുകത്തിന് നിൽക്കാൻ കഴിയത്തില്ല. കാരണം എന്തുവാ? അഭിഷേകത്തിന്റെ പുഷ്ടിയാണ്. നമ്മുടെ ഈ വയലിലൊക്കെ ഉഴാനായിട്ട് കൊണ്ടുപോകുന്ന ഈ കാളകളെ കണ്ടിട്ടില്ലേ? പ്രൈസ് ദി ലോർഡ്. അതിൻ്റെയൊക്കെ കഴുത്തിൽ എന്ത് ചെയ്യും? കൊഴുപ്പിങ്ങനെ കൂടിയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ കൊഴുപ്പിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ നുകത്തെ വെച്ചിട്ട് അവരിങ്ങനെ നില ഉഴാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ കൊഴുപ്പ് അധികം കൂടി കഴിഞ്ഞാൽ നുകം അവിടെ ഇരിക്കത്തില്ല, നുകം പൊട്ടിപ്പോകും. പ്രൈസ് ദി ലോർഡ്. നുകം പൊട്ടാതിരിക്കണമെങ്കിൽ കൊഴുപ്പ് കുറഞ്ഞിരിക്കണം. ഈ കൊഴുപ്പ് അധികം കൂടി കഴിയുമ്പോൾ നുകം പൊട്ടിപ്പോകും. എന്ന് പറഞ്ഞാൽ നിങ്ങളിലുള്ള പുഷ്ടി വർദ്ധിക്കുമ്പോൾ നിങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന നുകത്തിന്റെ കെട്ടുപൊട്ടും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ പുഷ്ടി വർദ്ധിക്കുമ്പോൾ നിങ്ങളുടെ കൊഴുപ്പ്, അഭിഷേകത്തിന്റെ കൊഴുപ്പ്, നിങ്ങളുടെ ആത്മീയതയുടെ കൊഴുപ്പ്, പ്രൈസ് ദി ലോർഡ്, നിങ്ങളിലുള്ള അഭിഷേകത്തിന്റെ പുഷ്ടി വർദ്ധിക്കുമ്പോൾ നിങ്ങളുടെ മേലിരിക്കുന്ന നുകത്തിന്റെ കെട്ട് പൊട്ടിപ്പോകും. നമ്മുടെ പല പ്രശ്നങ്ങളും തീർക്കാനുള്ള അഭിഷേകമാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മേലുള്ള അഭിഷേകത്തിന് നമ്മുടെ രോഗത്തിന്റെ ബന്ധനം അഴിപ്പാനുള്ള ശക്തിയുണ്ട്. നമ്മുടെ മേലുള്ള അഭിഷേകത്തിന് നമ്മുടെ ഭവനത്തിനകത്തുള്ള ബന്ധനത്തിന്റെ കെട്ടഴിപ്പാനുള്ള ശക്തിയുണ്ട്. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ചോളണം. കർത്താവേ, ഞങ്ങളുടെ ശരീരത്തിലുള്ള രോഗം ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ അഭിഷേകത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ മേലുള്ള രോഗം മാറിപ്പോകണം. ഞങ്ങളുടെ ഭവനത്തിലുള്ള രോഗം മാറിപ്പോകണം. ഞങ്ങളുടെ ഭവനത്തിനകത്തുള്ള ബന്ധനം മാറണം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. അടുത്ത കുറച്ച് സമയം നമ്മൾ ആത്മാവിൽ ആരാധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നമ്മുടെ ഭവനങ്ങൾക്കകത്ത് നമുക്ക് അനുഭവിച്ചറിയുവാൻ നമ്മുടെ ആയിത്തീരും. ഏത് വിഷയമാണോ നമ്മളെ ഭരിക്കുന്നത് ആ വിഷയത്തിന്റെ മേലുള്ള വിടുതലുമായിട്ട് വേണം ഇവിടുന്ന് മടങ്ങിപ്പോകാൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഏത് പ്രശ്നവും തീർക്കാൻ പറ്റിയ ഇടത്താണ് നിങ്ങൾ വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ മേലുള്ള അഭിഷേകത്തിന് നിങ്ങളുടെ ഏത് ബന്ധനത്തിന്റെ കെട്ടുപൊട്ടിക്കാനും കഴിയും. നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന് നിങ്ങളുടെ ഏത് തകർച്ചകളെയും മാറ്റുവാൻ കഴിയും. നിങ്ങളുടെ മേലുള്ള അഭിഷേകത്തിന് നിങ്ങളുടെ ഏത് രോഗത്തെ മാറ്റുവാനും കഴിയും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അഭിഷേകത്തിന്റെ പുഷ്ടിക്കായി ഈ പകൽക്കാലം പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ ദൈവത്തോട് പറയണം, കർത്താവേ, അവിടുത്തെ അഭിഷേകത്തിന്റെ പുഷ്ടി എന്നിൽ അധികമായി വളരട്ടെ. അവിടുത്തെ അഭിഷേകത്തിന്റെ പുഷ്ടി എന്നിൽ അധികമായി വളരട്ടെ. അത് എന്റെ രോഗത്തെ മാറ്റട്ടെ. അത് എന്റെ ബന്ധനങ്ങളെ അഴിക്കട്ടെ. അതെന്റെ തലമുറയുടെ രോഗത്തെ മാറ്റട്ടെ. പ്രതികൂലങ്ങളെ മാറ്റട്ടെ. വലിയ വിടുതൽ ഈ പകൽക്കാലം ഞങ്ങൾ അനുഭവിച്ചറിയുവാൻ ഇടയായി തീരട്ടെ. നമ്മുടെ മേലുള്ള ഏത് ബന്ധനത്തെയും അഴിപ്പാനുള്ള കൃപ അതിനുണ്ട്. വായിച്ച അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യം. 1:4, 1:8. Acts chapter 1 verse 4 and 1 verse 8. Praise the Lord. അഭിഷേകം സാധാരണ ചെയ്യുന്നത് രാജാക്കന്മാരെയാണ്. പ്രവാചകന്മാരെ, രാജാക്കന്മാരെ, പുരോഹിതന്മാരെ അഭിഷേകം ചെയ്യാറുണ്ട്. പ്രൈസ് ലോർഡ്. ഇന്ന് പകർക്കാലം നമ്മൾ ഒരുമിച്ച് വചനം ധ്യാനിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ലോർഡ്. നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം. പ്രൈസ് ലോർഡ്. വിഷയങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ലോർഡ്. സൈലന്റ് ആയിട്ടിരുന്ന് കേൾക്കരുത്. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കണം. ഇന്ന് പകർക്കാലം ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നിങ്ങൾ അനുഭവിക്കും. പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ നമ്മൾ കേൾവിക്കാരായി മാറരുത്. വചനത്തോട് റെസ്പോണ്ട് ചെയ്യണം. പ്രൈസ് ലോർഡ്. നിങ്ങൾ വചനം ഏറ്റു പറയണം. നിങ്ങൾ വചനത്തോട് റെസ്പോണ്ട് ചെയ്യണം. നിങ്ങൾ വചനം ഏറ്റെടുത്ത് നിങ്ങളുടെ ഏത് മേഖലയിലാണോ ദൈവത്തിന്റെ പ്രവൃത്തി ആഗ്രഹിക്കുന്നുവോ ആ മേഖലയിൽ നിങ്ങൾ കരം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ അഭിഷേകം ചെയ്യുന്നതിനകത്ത് രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുമ്പോൾ, പുരോഹിതന്മാരെ, പ്രവാചകന്മാരെ അഭിഷേകം ചെയ്യുമ്പോൾ 2 കാര്യങ്ങൾ ഈ അഭിഷേകത്തിനകത്തുണ്ട്. 1 അധികാരവും, 2 ശക്തിയും. പ്രൈസ് ദി ലോർഡ്. 1 അധികാരവും, 2 ശക്തിയും. ഇത് 2ഉം കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചിട്ട് മത്തായി സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല
അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആര് പറയുക? യേശു കർത്താവ് പറയുക, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ പിശാച് യേശുവിനെ പരീക്ഷിപ്പാനായിട്ട് മരുഭൂമിയിലോട്ട് കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞ ശേഷം പിശാച് യേശുവിനോട് പറയുക, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുക. കള്ളം പറഞ്ഞതാ. പ്രൈസലോട് എനിക്ക് നൽകപ്പെട്ടിരിക്കുക. അത് പിശാച് പറയുമ്പോൾ ഇവിടെ വന്നിട്ട് യേശു കർത്താവ് പറയുക, ആ അധികാരം പിശാചിനല്ല നൽകപ്പെട്ടിരിക്കുന്നത്, ആ അധികാരം യേശു ക്രിസ്തുവിനാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ആ യേശു പറയുക, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുക. പ്രൈസ് ലോർഡ്. മക്കൾ വിശ്വസിക്കുന്ന, ആത്മാവിൽ ആരാധിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളായ എനിക്ക് നിങ്ങൾക്കും ആ അധികാരം കർത്താവ് തന്നിരിക്കുകയാണ്. വായിച്ച ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായം 9-ാം അധ്യായം അതിന്റെ 1-ാം വാക്യവും 10-ാം അധ്യായം അതിന്റെ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ബുക്ക് ഓഫ് ലൂക്ക് ചാപ്റ്റർ 9 വേഴ്സ് 1 and turn verse 17 to 19. വേഗത്തിൽ വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് ശിഷ്യന്മാരെ അടുക്ക വിളിച്ചിട്ട് അവരോട് പറയുവാണ്, നിങ്ങൾക്ക് ഞാൻ സകല അധികാരവും തന്നിരിക്കുകയാണ്. പാമ്പിനെയും തേളിനെയും ചവിട്ടുവാനും ശത്രുവിന്റെ സകല ബലത്തെയും തകർത്ത് കളയുവാനുള്ള അധികാരം പ്രാർത്ഥിക്കുന്ന, ആത്മാവിൽ ആരാധിക്കുന്ന, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എനിക്ക് നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. പാമ്പിനെയും തേളിനെയും ചവിട്ടുവാനും ശത്രുവിന്റെ സകല ബലത്തെയും തകർത്ത് കളയുവാനുള്ള അധികാരമുള്ള ദൈവമക്കളാണ് ഇന്ന് പകൽക്കാലം നിങ്ങൾ ഓരോരുത്തരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം പറയണം, എനിക്കെതിരെ നിൽക്കുന്ന ശത്രുവിന്റെ ബലത്തെ തകർത്ത് കളയുവാനുള്ള അധികാരം എനിക്ക് കർത്താവ് തന്നിരിക്കുക. ഞാൻ ഇന്ന് പകൽക്കാലം ആത്മാവിൽ ആരാധിക്കുമ്പോൾ എൻ്റെ കുടുംബത്തിനെതിരെ വാദിക്കുന്ന, എൻ്റെ തലമുറയ്ക്കെതിരെ വാദിക്കുന്ന, എൻ്റെ നന്മയ്ക്കെതിരെ വാദിക്കുന്ന, എൻ്റെ കുടുംബത്തിനെതിരെ വാദിക്കുന്ന, ഞങ്ങളെ പ്രൈസ് ദി ലോർഡ് തകർത്ത് കളയാൻ ശ്രമിക്കുന്ന ശത്രുവിന്റെ സകല ബലത്തെയും ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഞങ്ങളെ തകർത്ത് ജയമെടുത്ത് പ്രാർത്ഥിക്കുക. നാളുകളായി ഞങ്ങളെ തകർക്കുവാൻ ശ്രമിക്കുന്ന, നാളുകളായി ഞങ്ങളുടെ കുടുംബങ്ങളെ തകർത്ത് ലഭിക്കുന്ന, നാളുകളായി ഞങ്ങളുടെ തലമുറയെ പ്രൈസ് ദി ലോർഡ് ബലഹീനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ശത്രുവിന്റെ എല്ലാ ബന്ധനങ്ങളെയും ശത്രുവിന്റെ സകല ബലത്തെയും ഞങ്ങൾ തകർത്ത് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുത്ത് പ്രാർത്ഥിക്കുക. പാപിനെയും തേളിനെയും ചവിട്ടുവാനും ശത്രുവിന്റെ സകല ബലത്തെയും തകർത്ത് കളയുവാനുള്ള അധികാരം യേശു എനിക്ക് തന്നിരിക്കുക. യേശുവിന്റെ നാമത്തിൽ അതുകൊണ്ട് എന്റെ ഭവനത്തിൽ വിടുതൽ നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അതുകൊണ്ട് എന്റെ ശരീരത്തിൽ വിടുതൽ നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അതുകൊണ്ട് എന്റെ തലമുറയിൽ വിടുതൽ നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അതുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങളിൽ വിടുതൽ വ്യാപരിക്കട്ടെ. അവരുടെ മേൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ദുരാത്മ മണ്ഡലങ്ങളും, എല്ലാ പോരിന്റെ ബന്ധനങ്ങളും, എല്ലാ രോഗബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ അവരുടെ ശരീരം വിട്ട് മാറിപ്പോട്ടെ. അധികാരം കിട്ടിയവരാണ് നമ്മൾ. നിങ്ങൾ ഈ ട്രാഫിക്കിൽ നിൽക്കുന്ന പോലീസിനെ കണ്ടിട്ടുണ്ടല്ലോ, മെലിഞ്ഞിട്ട് അല്ലേ? ഒരു വലിയ കണ്ടെയ്നർ ലോറി ഇങ്ങ് വരുമ്പോ ഇവൻ ഇവിടെ നിന്നുകൊണ്ട് ഈ സ്റ്റോപ്പ് അങ്ങോട്ട് എടുത്ത് കാണിച്ചാൽ മതി, എത്ര വലിയ വണ്ടി അവിടെ നിൽക്കും. നിങ്ങൾക്കെതിരെ വരുന്ന ഏതിനെ നിർത്താനുള്ള കഴിവ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന് നമുക്കെതിരെ വരുന്ന ഏതിനെ നിർത്താനുള്ള കഴിവ് കർത്താവ് പകൽക്കാലം തന്നിട്ടുണ്ട്. നിൽക്കാൻ പറഞ്ഞ അവിടെ നിൽക്കണം, നീ അവിടെ നിൽക്ക്. എത്ര തിരക്കുണ്ടെങ്കിലും നീ അവിടെ തന്നെ നിൽക്ക്. ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ നീ ഒരടി മുന്നോട്ട് വെക്കരുത്. എൻ്റെ കുടുംബത്തെ നീ തൊട്ടത് മതി, എൻ്റെ കുഞ്ഞുങ്ങളെ നീ തൊട്ടത് മതി, എൻ്റെ സമ്പത്തിനെ നീ തൊട്ടത് മതി, എൻ്റെ ജോലിയെ നീ തൊട്ടത് മതി, എൻ്റെ തലമുറയെ നീ തൊട്ടത് മതി, എൻ്റെ നന്മയെ നീ തൊട്ടത് മതി. ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ നീ ഒരടി മുന്നോട്ട് വെക്കരുത്. അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കുന്ന തലം കണ്ടോ? ഈ അധികാരം നമ്മൾ ഉണ്ടാക്കിയെടുത്ത അധികാരമല്ല, ഇത് കർത്താവിന്റെ അധികാരമാണ്. ഈ അധികാരം കർത്താവിന്റെ അധികാരമാണ്. ആ അധികാരത്തിന്റെ അനോയിന്റിങ്ങിൽ, ആ അധികാരത്തിന്റെ അഭിഷേകത്തിൽ നമുക്ക് മേൽ വ്യാപരിക്കുന്ന അഭിഷേകം എന്ന് പറയുമ്പോൾ ആ അഭിഷേകം യേശു കർത്താവ് തന്നെയാണ്. ആ അഭിഷേകം മനുഷ്യനല്ല, ആ അഭിഷേകം മനുഷ്യൻ കണ്ടുപിടിച്ചതല്ല. യേശു കർത്താവ് പറയുക, പ്രൈസ് ദി ലോർഡ്, ഞാൻ തന്നെയാ അഭിഷേകം, നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം ഞാൻ തന്നെയാ. അതുകൊണ്ട് നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ അഭിഷേകത്താൽ നിറയപ്പെടുമ്പോൾ നിങ്ങളുടെ രോഗങ്ങൾ മാറും, നിങ്ങളുടെ പ്രതികൂലങ്ങൾ മാറും, നിങ്ങളുടെ ബന്ധനങ്ങൾ അഴിയും, നിങ്ങളുടെ മേൽ ദൈവശക്തി വെളിപ്പെട്ട് വരും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഭവനങ്ങൾക്കകത്ത് അത് വിടുതലായി മാറും. അധികാരവും രണ്ടാമത്തെ പാർട്ടിലാണ് യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ യെരൂശലേം വിട്ട് വാങ്ങിപ്പോകാതെ പിതാവ് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം.
പരിശുദ്ധാത്മാവ് വരുമ്പോ നിങ്ങൾക്ക് ശക്തി കിട്ടും. നിങ്ങൾക്ക് ഓൾറെഡി അധികാരം കിട്ടിക്കഴിഞ്ഞു, നിങ്ങൾക്ക് ഇനി ശക്തി വേണം. പ്രൈസ് ദി ലോർഡ്. ഈ ശക്തി ആരാ തരുന്നത്? ഇത് തരുന്നത് പരിശുദ്ധാത്മാവാ. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ചോളണം, പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്റെ മേൽ നിറയട്ടെ, പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്റെ കുഞ്ഞുങ്ങളെ നിറയ്ക്കട്ടെ, പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്റെ ശരീരത്തെ പൊതിയട്ടെ, പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്റെ തലമുറയെ പൊതിയട്ടെ, പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്റെ വിഷയങ്ങളെ പൊതിയട്ടെ, പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്റെ ശരീരത്തെ പൊതിയട്ടെ. പ്രാർത്ഥിച്ചേ, പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്റെ വിഷയങ്ങളുടെ മേൽ പൊതിയട്ടെ. അത് രോഗത്തെ മാറ്റട്ടെ, അത് ബന്ധനങ്ങൾ അഴിക്കട്ടെ, അത് തടസ്സങ്ങളെ മാറ്റട്ടെ, അത് പ്രതികൂലങ്ങളെ മാറ്റട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് എന്റെ ഭവനത്തിന് മേൽ വ്യാപരിക്കുന്ന ദുരാത്മ മണ്ഡലങ്ങളെ കെട്ടഴിച്ചു മാറ്റട്ടെ. നമ്മൾ വായിച്ച യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായത്തിലോട്ടൊന്ന് വന്നേ. അതിന്റെ പ്രൈസ് ദി ലോർഡ് 8-ഉം വാക്യം ഒന്ന് വായിച്ച്. ആമേൻ. നിങ്ങൾ ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചാലേ, 47-ാം അധ്യായം ആരംഭിക്കുമ്പോൾ പറയുന്നുണ്ട്, ഒരു നദിയെക്കുറിച്ച് പറയുന്നുണ്ട്. എ റിവർ ദാറ്റ് ഫ്ലോസ്. എവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത് അറിയാമോ? എവിടെ നിന്നാണ് നദി തുടങ്ങിയിരിക്കുന്നത്? ആലയത്തിൻ്റെ ഉമ്മരപ്പടി അടിയിലൂടെ ഒഴുകുന്നേ. അടിയിലൂടെ നദി ഒഴുകിയാൽ ആലയത്തിൽ നിൽക്കാൻ പറ്റുമോ? ഇല്ല. ഇതുകൊണ്ട് ഇത് ലിറ്ററൽ ആയിട്ട് നദിയെക്കുറിച്ചല്ല പറയുന്നത്, ഇത് ആത്മാവിന്റെ ഒഴുക്കിനെ കുറിച്ചാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത് ആത്മാവിന്റെ നദിയിൽ, ആലയത്തിൽ നിന്ന് ആരംഭിക്കുന്ന ആത്മാവിന്റെ ഒഴുക്കിനെ കുറിച്ചാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായത്തിൽ യേശു കർത്താവ് നിന്ന് ഉറക്കെ പറയുന്നുണ്ട്, ദാഹിക്കുന്ന ഏവരുമായുള്ളവരെ എൻ്റെ അടുക്കലേക്ക് വരുവിൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളെ നിറയ്ക്കാം. DL മൂടി ഒരിക്കൽ ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ട് വന്നിരിക്കുന്നവരൊക്കെ ചോദിച്ചു, ഇതിനകത്ത് എന്താ ഉള്ളത് ചോദിച്ചു. ഒരു ഒഴിഞ്ഞ ഗ്ലാസ്. അപ്പം ചിലർ പറഞ്ഞു അത് ഒഴിഞ്ഞത് അതിനകത്തൊന്നുമില്ല. അപ്പം ആരോ പറഞ്ഞു അതിനകത്ത് എയറുണ്ട്, വായുവുണ്ട്. അപ്പം വായുവിനെ എങ്ങനെയാണ് കളയുന്നത്? അപ്പം ആരോ പറഞ്ഞു നമുക്ക് വാക്യൂം ഉപയോഗിച്ചിട്ട് ആ എയറിനെ സക്ക് ചെയ്ത് പുറത്ത് കളയാം, അങ്ങനെ അത് എംറ്റി ആക്കി മാറ്റാമെന്ന് പറഞ്ഞു. അതൊരു ശരിയായിട്ടുള്ള റീസണബിൾ അല്ല അത് സാധനം. അങ്ങനെ എയർ സക്ക് ചെയ്ത് മാറ്റിക്കൊണ്ട് പിന്നെയും എയർ കയറത്തല്ലേ ഉള്ളൂ. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പം ആരോ വന്നിരുന്ന ഒരാൾ പറഞ്ഞു, ഒരൊറ്റ വഴിയുണ്ട്, എന്തെങ്കിലും കൊണ്ട് ഇതിനെ നിറയ്ക്കണം, എന്തെങ്കിലും കൊണ്ട് നിറയ്ക്കണം. അപ്പോൾ DL മൂടി പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് നമുക്ക് ഈ ഗ്ലാസ്സിനെ നിറയ്ക്കാം. കുറച്ച് വെള്ളം കൊണ്ടുവന്നു ആ ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ച് തുടങ്ങിയപ്പോൾ പ്രൈസ് ദി ലോർഡ് അതിനകത്തിരുന്ന എയർ പുറത്തോട്ട് പോയി. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ ഒന്നുമല്ലാതാക്കി നിർത്തിയിരിക്കുന്ന, പ്രൈസ് ദി ലോർഡ്, നിങ്ങളെ വെറും വായു പോലെയാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് അലയ്ക്കുന്ന, പ്രൈസ് ദി ലോർഡ്, അത് മാറണമെങ്കിൽ ഇന്ന് പലകാലം പരിശുദ്ധാത്മാവെന്ന വെള്ളം നിങ്ങളുടെ അകത്തേക്ക് വരണം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നിറഞ്ഞു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ, അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞത്, ദാഹിക്കുന്ന ഏവരുമായുള്ളവരെ, പ്രൈസ് ദി ലോർഡ്, വെറുച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. വെള്ളം കുടിച്ചിട്ട് ഒരു ദാഹവും ഇല്ലാത്തവരെ പിന്നെ കുടിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ദാഹം വരണ്ടേ? പ്രൈസ് ദി ലോർഡ്. നിറഞ്ഞിരിക്കുന്ന പാത്രത്തിൽ നിറയ്ക്കാൻ പറ്റത്തില്ല, ഒഴിയണം. ഇന്ന് പകൽക്കാലം ഒഴിഞ്ഞ് പറഞ്ഞേ, കർത്താവേ ഞാൻ ഒഴിഞ്ഞിരിക്കുക, പ്രൈസ് ദി ലോർഡ്, ഞാൻ ഒഴിഞ്ഞിരിക്കുക, എന്നെ നീ ഒന്ന് നിറയ്ക്കണം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് നിറയാനായിട്ട് ആഗ്രഹമുണ്ട്. ഞാൻ മറ്റു പല ചിന്തകളെ കൊണ്ട്, ലോകത്തിന്റെ ചിന്തകളെ കൊണ്ട്, എൻ്റെ ഭവനത്തിന്റെ ചിന്തകളെ കൊണ്ട്, എൻ്റെ ജോലിയുടെ ചിന്തകളെ കൊണ്ട് ഞാൻ നിറച്ചു വെച്ചിരിക്കുകയല്ല. ഞാനൊന്ന് പകൽക്കാലം എന്നെ തന്നെ ഒന്ന് ഒഴിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുക. കർത്താവേ നീ എന്നെ ഒന്ന് നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിന്ന് പകൽക്കാലം നീ എന്നെ നിറയ്ക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചേ. ആലയത്തിന്റെ അടിയിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന ഈ വെള്ളം, പ്രൈസ് ദി ലോർഡ്, പ്രവാചകൻ പറയുക, അരാബയിലൂടെ ഒഴുകി. ഇനി ശ്രദ്ധിച്ചോ, അരാബ എന്ന് പറയുന്നത് മരുഭൂമിയാ. മരുഭൂമിയിലൂടെ അത് ഒഴുകി ചെന്നെത്തുന്നത് എവിടെയാ? എവിടാ മാമേ? കടലിൽ വീഴും. ഈ കടൽ ഏതാണെന്നറിയാമോ? ചാവ് കടലാ. ഇതിനകത്ത് വലിയ ദൂത് കിടപ്പുണ്ട്. അരാബയിലൂടെ ആലയത്തിൽ നിന്ന് തുടങ്ങുന്നത് മരുഭൂമിയിലോട്ടാ പോകുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായത്തിൽ പറയുക, പ്രൈസ് ദി ലോർഡ്, ആ വെള്ളം ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചത്തതെല്ലാം ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. മരുഭൂമി ഉദ്യാനമായി മാറും. ഒന്നും മുളയ്ക്കത്തില്ല, ഇനി ഒന്നും അവിടെ ഉണ്ടാകത്തില്ല, ഒരു നന്മയും ഉണ്ടാകത്തില്ല എന്ന് ശത്രു പറഞ്ഞെടുത്ത് അത് പൂന്തോട്ടമായി തീരത്തക്ക രീതിയിൽ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി അതിന്റെ മേൽ ഇറങ്ങി ചെല്ലുമ്പോൾ വിഷയങ്ങളുടെ മേൽ മാറ്റമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്.
പ്രാർത്ഥനയോടെ പറയണം, യേശുവിന്റെ നാമത്തിന് ഞാൻ ഇന്ന് പകൽക്കാലം ആത്മാവിൽ ആരാധിച്ചു പ്രാർത്ഥിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് എന്റെ വരണ്ട നിലമെല്ലാം ഉദ്യാനമായി മാറും. പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, അരാബയിലൂടെ എന്ന് പറഞ്ഞാൽ മരുഭൂമിയിലൂടെ ഒഴുകിപ്പോകുന്ന ഈ വെള്ളം നേരെ ചെല്ലുന്നത് എവിടെയാ? അത് ചെന്ന് ചേരുന്നത് ചാവ് കടലിലാ. ചാവ് കടലില് ഒന്നിനും ജീവിക്കത്തില്ല. ചാവ് കടലില് ഒന്നിനും ജീവൻ ഉണ്ടാകത്തില്ല. ചാവ് കടല് ഒന്നിനും കൊള്ളത്തില്ല. ചാവ് കടലില് പ്രൈസ് ദി ലോർഡ് ഒരു ജീവിയെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയത്തില്ല. എന്നാൽ ഇവിടെ പറയുക, ചാവ് കടലില് ആ വെള്ളം ചെന്ന് ചേരുമ്പോ ആ വെള്ളം പഥ്യമായി മാറും. ഇന്നലെ വരെ ഒരു കാശിനും കൊള്ളാത്തത് എന്ന് പറഞ്ഞതിനെ നിങ്ങൾ ഇന്ന് പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ നിങ്ങളൊക്കെ കർത്താവ് ചിലതാക്കി മാറ്റാൻ പോകും. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ വരെ ഒരു കാശിനും കൊള്ളത്തില്ല, ഒന്നിനും കൊള്ളത്തില്ല പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ് നിങ്ങളെ മാറ്റി നിർത്തിയതാണെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവിന്റെ വചനം പറയുക, നിന്നെ ഞാൻ പഥ്യമാക്കി ഒരു മരുന്നാക്കി മാറ്റാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി, നമ്മുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിക്ക് പ്രൈസ് ദി ലോർഡ് നമ്മുടെ ജീവിതത്തെ മാറ്റാനുള്ള കഴിവുണ്ട്. നോക്കിയേ, ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും 9-ാമത്തെ വാക്യം, ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ഇത് ഒഴുകേണ്ടതാ. പ്രൈസ് ദി ലോർഡ്. ഇത് ഒഴുകേണ്ടതാ. ഇത് ഒഴുകണം. ഒരിടത്ത് നിൽക്കാനുള്ളതല്ല, ഒരിടത്ത് കെട്ടി നിൽക്കാനുള്ളതല്ല. ഇത് ഒഴുകണം. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ആലയത്തിൽ നിന്ന് ആരംഭിക്കുന്ന, ആത്മാവിൽ പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഈ നദി നിങ്ങളുടെ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ അവിടെ അനക്കമുണ്ടാകും, അവിടെ ജീവൻ ഉണ്ടാകും. നിങ്ങളുടെ ജോലി സ്ഥലത്തേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ജീവൻ ഉണ്ടാകും. നിങ്ങളുടെ തലമുറയെ തൊടുമ്പോൾ അവിടെ ജീവൻ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ചത്തു എന്ന് പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, ക്ഷീണം സംഭവിച്ചു എന്ന് പറയുന്നത്, രോഗം ബാധിച്ചു എന്ന് പറയുന്നത് നിങ്ങളുടെ കൈവെപ്പിനാൽ അവിടെ വിടുതലായിട്ട് മാറും. ആത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ പൊതിയപ്പെടാനായിട്ട് ഈ പകൽക്കാലം പ്രാർത്ഥിച്ചേ. അതാ യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങൾ യെരൂശലേം വിട്ട് വാങ്ങിപ്പോകാതെ പിതാവ് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസ് സുവിശേഷത്തിനകത്ത് 24-ാം അധ്യായത്തിൽ പറയുന്നത്, പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ പൊതിയപ്പെടണം. യു ഷുഡ് ബി കവേർഡ്. നിങ്ങളെ ബ്ലാങ്കറ്റ് കൊണ്ട് പൊതിയുന്നത് പോലെ പരിശുദ്ധാത്മാവിനാൽ പൊതിയപ്പെടണം. ഏലിയാവ് എലീശയെ വിട്ടു പോകുമ്പോൾ എലീശ ചോദിച്ചത് എന്തുകൊണ്ട്? എന്താണ് ചോദിച്ചേ? ഇരട്ടി പങ്ക്, അഭിഷേകത്തിന്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം. പ്രൈസ് ദി ലോർഡ്. എന്തുവാ സംഭവിച്ചെന്നറിയാമോ? ഏലിയാവ് പോകുമ്പോ എലീശയുടെ മേൽ പ്രൈസ് ദി ലോർഡ് തന്റെ പുതപ്പെടുത്താൻ കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആ പുതപ്പ് പുതച്ചു കഴിഞ്ഞ ശേഷം എലീശ സാധാരണ മനുഷ്യനല്ല, അവൻ ഇരട്ടി പങ്കിനാൽ നിന്നിട്ട് പ്രൈസ് ദി ലോർഡ് വലിയ വലിയ വീര്യപ്രവൃത്തികൾ ചെയ്യുക. കാര്യം എന്താണെന്നറിയാമോ? അവന്റെ മേൽ വീണ പുതപ്പിന് അവന്റെ അവസ്ഥയെ മാറ്റാനുള്ള കഴിവുണ്ട്. അവന്റെ മേൽ വീണ പുതപ്പിന് അവന്റെ ഇന്നലകളെ മായ്ച്ചു കളയാൻ കഴിവുണ്ട്. അവന്റെ മേൽ വീണ പുതപ്പിന് നിന്നെ ആള് മാറ്റാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞത്, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ യെരൂശലേം വിട്ട് വാങ്ങിപ്പോകാതെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വീഴുവാനായി നിങ്ങൾ കാത്തിരിക്കണം. ഈ അഭിഷേകത്തിന് 1 ശക്തിയും 2 അധികാരവും മറന്നു പോകരുത്. അധികാരം കർത്താവ് തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് തന്നിരിക്കുക. ആർക്കാ? വിശ്വസിക്കുന്ന, ആത്മാവിൽ ആരാധിക്കുന്ന, കർത്താവിന്റെ മുഖം അന്വേഷിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ദൈവസഭയ്ക്ക് ആ അധികാരം തന്നിരിക്കുക. ആ അധികാരം പിടിച്ചുകൊണ്ട് മിണ്ടാതിരിക്കരുത്. അധികാരമുള്ളവൻ അത് ഉപയോഗിക്കണം. ഇന്ന് പകൽക്കാലം കർത്താവ് തന്ന അധികാരം കരങ്ങളിൽ എടുത്തിട്ട് പറ, യേശുവിന്റെ നാമത്തിൽ രോഗം എന്റെ ശരീരം വിട്ട് മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രതികൂലം എന്റെ ഭവനം വിട്ട് മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്ന എന്റെ ഭവനത്തെ വിട്ട് മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ രോഗബന്ധനങ്ങൾ എന്റെ തലമുറയെ വിട്ട് മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ കണ്ണിലോട്ട് തള്ളിവിട്ട എല്ലാ ദുഷ്ട വ്യാപാരങ്ങളും യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ഭവനത്തെ വിട്ട് മാറിപ്പോട്ടെ. അധികാരം കർത്താവ് തന്നിരിക്കുക. ശക്തിയും അധികാരവും. വായിച്ചേ, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 1, 2, 3 വാക്യങ്ങൾ. പത്രോസും യോഹന്നാനും കൂടെ ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ ജന്മനാ മുടന്തനായ ഒരു മനുഷ്യൻ, അമ്മയുടെ ഗർഭം മുതൽ തന്നെ മുടന്ത് ബാധിച്ചവൻ എന്ന് പറഞ്ഞാൽ അവൻ ജനിച്ചപ്പോൾ തന്നെ അവൻ മുടന്തനാ. അവന് നരിയാണികൾ ഉറച്ചിട്ടില്ല, കാലുറച്ചിട്ടില്ല. ഇനി ഏതെങ്കിലും സമയത്ത് ദൈവം അനുവദിച്ച് നമുക്ക് ആ ഭാഗം ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കാൻ ഞാൻ ആ ഭാഗം വെറുതെ ഒന്ന് ടച്ച് ചെയ്തങ്ങ് പോവുകയാണ്. അവൻ എഴുന്നേറ്റ് നിൽക്കാനായിട്ട്
കഴിയത്തില്ല. പിന്നീടുള്ള വേദഭാഗത്തിൽ 4-ാം അധ്യായത്തിൽ, അപ്പോസ്തലപ്രവൃത്തികൾ 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഈ മനുഷ്യന് ഏകദേശം 40-ലധികം വയസ്സ് പ്രായമുണ്ട്. 40 വർഷം പ്രായമുള്ള ഈ മനുഷ്യൻ പല പ്രാവശ്യം ആലയത്തിൽ വന്നിരുന്നിട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും അത്ഭുതം നടന്നിട്ടില്ല. ഇപ്പോൾ ഇവിടെ പത്രോസും യോഹന്നാനും കൂടെ ആലയത്തിൽ വരുമ്പോൾ ഈ മനുഷ്യൻ ഭിക്ഷയ്ക്കായിട്ട് അവിടെ ഇരിക്കുകയാണ്. ഇവരെ കണ്ട ഉടനെ എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞ് ഇവരെ നോക്കി. പ്രൈസ് ദി ലോർഡ്. പത്രോസും യോഹന്നാനും കൂടെ അവനെ ഉറ്റു നോക്കിയിട്ട് ഞങ്ങളെ നോക്കുക എന്ന് പറഞ്ഞു. ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ് നിങ്ങളുടെ വിഷയങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ വെച്ചൊന്ന് നോക്കണം. പ്രൈസ് ദി ലോർഡ്. അത് സംഭവിക്കുക, കുഴപ്പമില്ല, ഇത് മാനുഷികമാ, ഡോക്ടർ ഇങ്ങനെയാ പറഞ്ഞത്, അറിവുള്ളവർ ഇങ്ങനെയാ പറഞ്ഞത് എന്നൊന്നും പറഞ്ഞ് നിസ്സാരമാക്കി കളയാതെ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ വിഷയങ്ങളെ കണ്ണ് തുറന്നു നോക്കിയേ. നിങ്ങളുടെ ഭവനത്തിനകത്ത്, തലമുറയ്ക്കകത്ത്, ജോലിക്കകത്ത്, സമ്പത്തിനകത്ത്, പഠന മേഖലകളിൽ വ്യാപരിക്കുന്ന വിഷയങ്ങളുടെ മേൽ നിങ്ങളുടെ ദൃഷ്ടി പായിച്ചൊന്ന് നോക്കുക. പ്രൈസ് ദി ലോർഡ്. പത്രോസും യോഹന്നാനും കൂടെ അവനെ ഉറ്റുനോക്കി. രണ്ടാമത് എന്താ ചെയ്തെന്നറിയാമോ? അവനോട് പറയുക, വെള്ളിയും പൊന്നൊന്നും എനിക്ക് ഇല്ല, പകരം എന്തുവാ? എനിക്കുള്ളത് നിനക്ക് തരുന്നു. പ്രൈസ് ദി ലോർഡ്. എനിക്കുള്ളത് നിനക്ക് തരുന്നു. എന്തുവാ എനിക്കുള്ളത്? എന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം നിന്നെ എഴുന്നേറ്റ് ഉറപ്പിക്കുവാൻ, നിന്റെ നരിയാണികൾ ഉറപ്പിക്കുവാൻ, നിന്റെ മുട്ടുകാൽ ഉറപ്പിക്കുവാൻ, നിന്നെ എഴുന്നേറ്റ് ഓടി നടക്കുവാനുള്ള അധികാരത്തിന്റെ ശക്തി എന്റെ മേൽ വ്യാപരിക്കുക. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ തലങ്ങൾക്ക് നിങ്ങളുടെ രോഗങ്ങളെ മാറ്റാനുള്ള കഴിവുണ്ട്. പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ രോഗബന്ധനങ്ങൾ മാറിപ്പോകാൻ, യേശുവിന്റെ നാമത്തിൽ പ്രതികൂലങ്ങൾ മാറിപ്പോകുവാൻ, യേശുവിന്റെ നാമത്തില് ശത്രുവിന്റെ കെട്ടുകൾ മാറിപ്പോകുവാൻ, യേശുവിന്റെ നാമത്തില് പഠനത്തിന് വിരോധമായി നിൽക്കുന്ന, ജോലിക്ക് വിരോധമായി നിൽക്കുന്ന, നന്മയ്ക്ക് വിരോധമായി നിൽക്കുന്ന എല്ലാ ശത്രുവിന്റെ ബന്ധനങ്ങളും ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തില് വിശ്വാസത്തോടെ പറഞ്ഞ് എന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ പുഷ്ടി, എന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി എന്റെ ബന്ധനങ്ങളുടെ കെട്ടഴിക്കട്ടെ. യോനാഥനും ബാല്യക്കാരനും കൂടെ മറുസൈഡിലെ ശൗലും ഒരു വലിയൊരു കൂട്ടം പടയാളികളും ഭയപ്പെട്ടിരിക്കുക. ശ്രദ്ധിച്ചോ, ഭയപ്പെട്ടിരിക്കുക. ഫെലിസ്ത്യർ ഇവർക്കെതിരെ യുദ്ധം ചെയ്യുമ്പോൾ, യുദ്ധം ചെയ്യാനായിട്ട് ഭയപ്പെട്ട് ഇവർ അവിടെ ചെന്ന് ഒതുങ്ങിയിരിക്കുമ്പോൾ, പാളയത്തിൽ പോയി ഒളിച്ചിരിക്കുമ്പോൾ, ഇവിടെ യോനാഥൻ ആത്മാവുള്ളവൻ, പ്രാർത്ഥിക്കുന്നവൻ, ദൈവകൃപയുള്ളവൻ, അവന്റെ ബാല്യക്കാരനോട് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, നമുക്ക് പോയി ആ ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യാം. രണ്ടുപേരേ ഉള്ളൂ. ഒരാൾ പ്രാർത്ഥിക്കുന്ന ആത്മാവുള്ളവനും, രണ്ടാമത് ഒരു വാളുള്ള ഒരു ബാല്യക്കാരൻ. രണ്ടുപേരേ ഉള്ളൂ. ബാല്യക്കാരന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് യോനാഥൻ പറയുക, ഞാൻ മുന്നേ നടക്കും, നീ എന്റെ പിന്നാലെ വരണം. പ്രൈസ് ദി ലോർഡ്. മുന്നേ നടക്കുന്ന യോനാഥൻ പ്രാർത്ഥിക്കുന്നവനാ, അഭിഷേകമുള്ളവനാ, ആരാധിക്കുന്നവനാ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവനാ. അവന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിൽ അവൻ പറഞ്ഞു, ഞാൻ മുന്നേ പോകുമ്പോൾ ഞാനൊരു വാഗ്ദത്തം വിളിച്ചു പറയും. എന്തോ ആ വാഗ്ദത്തം? അല്പം കൊണ്ടും അധികം കൊണ്ടും ദൈവത്തിന് പ്രവർത്തിപ്പാൻ പ്രയാസമില്ലല്ലോ. അല്പം കൊണ്ടും അധികം കൊണ്ടും ദൈവത്തിന് പ്രവർത്തിപ്പാൻ പ്രയാസമില്ലല്ലോ. നിങ്ങളുടെ കയ്യിൽ ചെറുതാണേലും നിങ്ങളുടെ കയ്യിൽ വലുതാണേലും ഇന്ന് പകൽക്കാലം ദൈവകരങ്ങളിലേക്ക് കൊടുത്തിട്ട് പറയണം, എന്റെ കയ്യിലിരിക്കുന്ന ഈ ചെറുതുകൊണ്ടും എന്റെ ഭവനത്തിനകത്ത് വലിയ വീര്യപ്രവർത്തികളെ ചെയ്യുവാൻ എന്റെ കർത്താവിന് കഴിയും. മറ്റുള്ളവർ നോക്കുമ്പോൾ എന്നെ കൊണ്ട് കഴിയത്തില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ പ്രൈസ് ദി ലോർഡ് ഒരു എന്നൊക്കെ പലരും പറയുമെങ്കിലും ഇന്ന് പകൽക്കാലം കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് പറയണം, അല്പം കൊണ്ടും അധികം കൊണ്ടും ദൈവത്തിന് പ്രവർത്തിപ്പാൻ പ്രയാസമില്ലല്ലോ. യോനാഥൻ പറഞ്ഞു, ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് മുന്നേ നടക്കും, നീ എന്റെ പിന്നാലെ വരണം. ശത്രു വീഴും, യുദ്ധമില്ല. നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന, നമ്മൾ പൊരുതുന്ന പല യുദ്ധങ്ങളും വായുവോടെ മുഷ്ടി ചെയ്യുന്നേ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നമ്മുടെ ശത്രുവിനെ ശരിക്കും തിരിച്ചറിഞ്ഞേ. യുദ്ധം ആത്മാവിലാവട്ടെ, യുദ്ധം ആത്മാവിലാവട്ടെ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, പ്രൈസ് ദി ലോർഡ്, ഞങ്ങൾ ജഡത്തിൽ ജീവിക്കുന്നവരെങ്കിലും ശരീരത്തിൽ ജീവിക്കുന്നവരെങ്കിലും ഞങ്ങൾ ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല. പ്രൈസ് ദി ലോർഡ്. അത് ആത്മീകമാത്രേ. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിന്റെ ലോകാധിപതിയോട്, ശത്രുക്കളോട് എതിർക്കുവാനുള്ള, ദുഷ്ടാത്മ സേനയോട് എതിർത്ത് നിൽക്കുവാനുള്ള ദൈവത്തിന്റെ ആയുധം കൊണ്ടാണ് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത്. നമ്മുടെ പല പ്രശ്നങ്ങളും മാനുഷികമാക്കി നമ്മൾ തീർക്കും. നമ്മൾ പറയും, ഇന്ന ആള് കാരണമാണ് പ്രശ്നം സംഭവിച്ചത്. ദൈവ പൈതലിന് മാനുഷികമായ വിഷയങ്ങളൊന്നുമില്ല, എല്ലാം ആത്മീയമാണ്. നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് ആത്മാവിൽ കാണാൻ കഴിഞ്ഞാൽ വിഷയങ്ങളുടെ മേൽ വിടുതൽ നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം സാധിക്കും. എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം അതിന്റെ 1-ഉം 2-ഉം വാക്യം കൂടെ ഒന്ന് വായിച്ചേ. എസെക്കിയേൽ chapter 37 verse 1 and 2.
പ്രവാചകനായ എഗസ്കേലിനെ അസ്ഥി നിറഞ്ഞ താഴ്വരയിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, അസ്ഥികൾ നിറഞ്ഞ താഴ്വര. രണ്ട്, ഏറ്റവും ഉണങ്ങിപ്പോയ അസ്ഥികൾ. അത്ഭുതത്തിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇല്ല, തീർത്തുമില്ല. ഉണങ്ങിയ അസ്ഥികളും അസ്ഥികളുടെ എണ്ണവും കൂടുതലാണ്. എന്നിട്ട് ദൈവം എന്നിട്ട് പ്രവാചകനോട് പറയുക, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. ചെന്ന് ചോദിച്ചിട്ട് ഉടനെ അത്ഭുതം ചെയ്യുകയല്ല ചെയ്തത്, പകരം അതിനു മുമ്പ് ഒരു കാര്യം നടന്നു. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ആ ഭാഗത്ത് പ്രവാചകൻ അവിടെ കൊണ്ടിങ്ങനെ ഇറക്കി വിട്ടിട്ട് പ്രൈസ് ദി ലോർഡ് അസ്ഥികൾ ജീവിക്കുമോ എന്നല്ല ചോദിച്ചത്, പകരം എന്തോ ചെയ്തത് പറഞ്ഞേ. അവിടെ എന്തോ നടന്നേ? പ്രവാചകനെ ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. എന്തിനാണ് നടത്തിച്ചേ? അഭിഷേകമുള്ളവൻ, പ്രാർത്ഥിക്കുന്നവൻ, ആത്മാവിൽ ആരാധിക്കുന്നവൻ പ്രയാസമുള്ള മേഖലകളിൽ അസ്ഥി നിറഞ്ഞ താഴ്വരയിൽ നിന്റെ പാദം പതിയണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ പ്രയാസമുള്ള സ്ഥലത്ത്, നിന്റെ പ്രതികൂലമുള്ള വിഷയത്തിന്റെ മേലെ നീ പാദം പറഞ്ഞ് നീ അവിടെ നടക്കുമ്പോൾ, യോനാഥനെ കണ്ടോ? അവന്റെ അവകാശം പിടിച്ചു വെച്ചിരിക്കുന്ന, അവന്റെ നന്മയ്ക്കെതിരെ അവനെ അടച്ചു പൂട്ടി ബന്ധിച്ചു വെച്ചിരിക്കുന്ന, അടുത്ത് ഒരടി വെക്കാൻ കഴിയാതെ ശത്രുവിന്റെ ആവശ്യം എന്തെന്നറിയാമോ? ഇസ്രായേൽ സൈന്യം അവിടെ ഇരുന്ന് പട്ടിണി കിടന്ന് അവർ അങ്ങ് നശിച്ചു പോകണം. എന്നാൽ ആത്മാവുള്ളവൻ പറയും, ഞാൻ അങ്ങനെ പട്ടിണി കിടക്കത്തില്ല. ഞാൻ ശത്രുവിന്റെ താവളത്തിലേക്ക്, അവന്റെ താളത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ട് പ്രൈസ് ദി ലോർഡ് ശത്രുവിനോട് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. അവിടെ ചെന്നിട്ട് യോനാഥന്റെ പാദം ശത്രുവിന്റെ പാദത്തിൽ, ശത്രുവിന്റെ താവളത്തിൽ പതിഞ്ഞു കഴിഞ്ഞപ്പോ അത്ഭുതം നടക്കുകയാണ്. അസ്ഥി നിറഞ്ഞ താഴ്വരയിൽ പ്രവാചകനെ കൊണ്ടു ചെന്നിട്ട് പ്രവാചകനോട് പറയുക, നിന്നെ ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. നിന്റെ വിഷയം ബാധിച്ച മേഖലയിൽ നിന്റെ പാദം പതിയണം. നീ കാൽ ചവിട്ടുന്ന ദേശമൊക്കെ ഞാൻ നിനക്ക് അവകാശമായിട്ട് തരും. നീ എവിടെയാണോ പാദം ചവിട്ടി നിന്ന് പ്രാർത്ഥിക്കുന്നത്, നിന്റെ ഏത് വിഷയത്തിന്റെ പുറത്താണോ പ്രൈസ് ദി ലോർഡ് നീ ചെന്ന് നിന്നിട്ട്, നിന്റെ ജോലി മേഖലയിലാണ് പ്രശ്നമെങ്കിൽ അവിടെ നടന്ന സമയത്ത് നീ ആത്മാവിൽ പ്രാർത്ഥിക്കണം. നിന്റെ ഭവനത്തിനകത്താണ് പ്രശ്നമെങ്കിൽ നീ ഭവനത്തിനകത്ത് നടക്കുമ്പോൾ നീ ആത്മാവിൽ പ്രാർത്ഥിക്കണം. നിന്റെ തലമുറയിലാണ് പ്രശ്നമെങ്കിൽ അവരുടെ മുറികൾ കടന്നു ചെല്ലുമ്പോൾ, അവരെ കാണുമ്പോൾ ആത്മാവിൽ പ്രാർത്ഥിച്ച് നീ അവരുടെ മേൽ കൈവെക്കണം. ശത്രുവിന് നിൽക്കാൻ കഴിയത്തില്ല. കാരണം നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന് അധികാരമുണ്ട്, ശക്തിയുമുണ്ട്. ഞാൻ ഈ ഭഗവാനെ പ്രാർത്ഥിക്കാൻ പോവുക. പ്രവാചകന്റെ പുസ്തകം 48-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ച്. എസെക്കിയേൽ 47:9. അഭിഷേകം എന്ന് പറയുന്നത്, അന്യഭാഷ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും നിർത്താറുണ്ട്. അതൊക്കെ അതിനു മുകളിലാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവശക്തി ഒരുവനിലൂടെ പ്രവർത്തിക്കുന്നതാണ് അഭിഷേകം. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഒരുവനിലൂടെ വെളിപ്പെടുന്നതാണ് അഭിഷേകം. ഒരു സാധാരണക്കാരനായ ബെസലിയേലിനെ അവന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ വചനം പറയുക, അവൻ കരകൗശല പണികളിൽ വിദഗ്ധനായി മാറി. ശൗലിന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അതുവരെ പറയാത്ത ഭാഷകളിൽ അവൻ ദൈവത്തെ ആരാധിച്ചു. അവൻ ഇസ്രായേലിന്റെ രാജാവായി മാറി. യോനാഥൻ, പ്രൈസ് ദി ലോർഡ്, ഒരു സാധാരണ പോരാളിയായ യോനാഥൻ, ആത്മാവ് അവന്റെ മേൽ വന്നപ്പോൾ അവൻ വാഗ്ദത്തങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് ശത്രുക്കൾ നിറഞ്ഞിരുന്ന ഫെലിസ്ത്യ താഴ്വരയിലേക്ക് അവനും അവന്റെ ബാല്യക്കാരനുമായി നടന്നു ചെന്നു. സകല ശത്രുക്കളെയും ഒറ്റ വാളിനാൽ വെട്ടി വീഴ്ത്തി. പ്രൈസ് ദി ലോർഡ്. ആത്മാവ് ശിംശോന്റെ മേൽ വന്നപ്പോൾ കയ്യിലിരുന്ന ഒരു പച്ച കഴുതയുടെ താടി എല്ലുകൊണ്ട് 1000 പേരെ ഒറ്റയടിക്ക് അടിച്ചും കൊന്നു കളഞ്ഞു. അങ്ങനെ പല കൂനകൾ ഉണ്ടാക്കിയെന്ന വചനം പറയുന്നത്. എന്ന് പറഞ്ഞാൽ അഭിഷേകത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആളുമാറിയവൻ മാറും. ഇവിടെ പറയുക, ഈ വെള്ളം ഒഴുകി ചെന്നെടുത്തൊക്കെയും വെള്ളം പഥ്യമായിട്ട് മാറി. ഇതുവരെ കൊള്ളത്തില്ല, ഇനി ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞതൊക്കെ മരുന്നായി മാറി. 2, പ്രൈസ് ദി ലോർഡ്, സകലവും ജീവിക്കുക. ചാവാറായിരിക്കുന്ന അവസ്ഥകളൊക്കെ മാറ്റി, രോഗം ബാധിച്ചതിനെയൊക്കെ മാറ്റി. പ്രൈസ് ദി ലോർഡ്. ചാവ് കടല് ഒരു ജീവിയും ജീവിച്ചിരിക്കത്തില്ല. നീ അവിടെ എന്തുകൊണ്ടിട്ടാലും അതിങ്ങനെ ഫ്ലോട്ട് ആയിട്ട് പൊങ്ങി കിടക്കത്തേ ഉള്ളൂ. എന്നാൽ ചാവ് കടലില് ജീവൻ വരുന്നത് എപ്പോഴാ? അവിടെ അഭിഷേകത്തിന്റെ ശക്തി അതിനകത്ത് വ്യാപരിക്കുമ്പോഴാ. ഇനി ഒരു അത്ഭുതം നടക്കത്തില്ല എന്ന് പറഞ്ഞ ചാവുകടല്, അവിടെ ഒരു ജീവനും ജീവിച്ചിരിക്കത്തില്ല എന്ന് പറഞ്ഞ ചാവുകടല്, നദിയിൽ നിന്നും ഒഴുകിയിറങ്ങിയ പ്രൈസ് ദി ലോർഡ് വെള്ളം അതിലേക്ക് ഒഴുകി ചെന്ന് കഴിഞ്ഞപ്പോ ചത്തത് ജീവൻ വെക്കുന്ന കണ്ടോ? പ്രൈസ് ദി ലോർഡ്. ചത്തതൊക്കെയും ജീവൻ വെക്കും. അത് ജീവൻ വെക്കണമെങ്കിൽ പ്രൈസ് ദി ലോർഡ് ആത്മാവിന്റെ ഒഴുക്ക്, പ്രൈസ് ദി ലോർഡ്, ഏതാണോ പ്രതികൂലമുള്ളത് ആ സ്ഥലത്തേക്ക് അത് ഒഴുകി ചെല്ലണം. അവിടെ ഒഴുകി ചെന്ന് കഴിയുമ്പോൾ നമ്മൾ അതുവരെ കാണാത്ത വലിയ പ്രവൃത്തികൾ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. നോക്കിയ അവിടെ ജീവിക്കുക മാത്രമല്ല, അവിടെ പറയുന്നുണ്ട് പ്രൈസ് ദി ലോർഡ്, വളരെ മത്സ്യമുണ്ടാകും. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഒരു വളർച്ചയാണ്.
പ്രൈസ് ദി ലോർഡ്. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഒരു വളർച്ചയാണ്. ആത്മാവിന്റെ ഒഴുക്ക് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായാൽ, ആത്മാവിന്റെ ഒഴുക്ക് നിങ്ങളുടെ ജോലിയിലുണ്ടായാൽ, ആത്മാവിന്റെ ഒഴുക്ക് നിങ്ങളുടെ സമ്പത്തിലുണ്ടായാൽ, അവിടെ വചനം പറയുക അതൊരു വളർച്ചയുടെ തുടക്കമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം പറഞ്ഞോണം, കർത്താവേ അവിടുത്തെ ആത്മാവിനാൽ നീ എന്നൊന്ന് നിറയ്ക്കണമേ. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ യെരൂശലേം വിട്ട് വാങ്ങിപ്പോകാതെ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കായി നിങ്ങൾ പ്രാർത്ഥിക്കണം. യെശയ്യാ പ്രവാചകനിൽ പറയുക, പ്രൈസ് ദി ലോർഡ്, അഭിഷേകത്തിന്റെ പുഷ്ടി നിമിത്തം മുഖം ഉടഞ്ഞു പോകും. ഇന്ന് പകൽക്കാലം ആ അഭിഷേകത്തിന്റെ പുഷ്ടിക്കായി പ്രാർത്ഥിച്ച് എല്ലാ കണ്ണുകളും അടച്ച് അല്പസമയം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. എല്ലാവരുടെയും പ്രാർത്ഥന ശബ്ദം ഉയരട്ടെ. അഭിഷേകത്തിന്റെ പുഷ്ടിക്കായി ദൈവമക്കൾ പ്രാർത്ഥിച്ച്, കർത്താവേ അവിടുത്തെ ആത്മാവിനാൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ, അവിടുത്തെ ആത്മാവിനാൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ. എല്ലാവരും കാലം വിഷയങ്ങൾ ഏറ്റെടുത്ത് കൊടുത്തുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു പറ, കർത്താവേ അവിടുത്തെ ആത്മാവിനാൽ എന്നെ ഒന്ന് നിറയ്ക്കണം. അഭിഷേകത്തിന്റെ പുഷ്ടി എന്നിൽ വർദ്ധിക്കട്ടെ കർത്താവേ. അതെന്റെ രോഗത്തെ മാറ്റട്ടെ, അതെന്റെ പ്രതികൂലങ്ങളെ മാറ്റട്ടെ. നാളുകളായി എന്നെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, നാളുകളായി എന്നെ ബലഹീനപ്പെടുത്തുന്ന, നാളുകളായി എന്നെ നിരാശപ്പെടുത്തുന്ന ഒരുപാട് വിഷയങ്ങൾ എന്റെ ഭവനത്തിനകത്തുണ്ട്. അതൊന്ന് പകൽക്കാലം എന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ പുഷ്ടിയാൽ എന്റെ വിഷയങ്ങൾക്ക് മാറ്റമുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഓ രോഗങ്ങളെ മാറ്റുന്ന ദൈവശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. പ്രതികൂലങ്ങളെ മാറ്റുന്ന ദൈവശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ഞങ്ങളുടെ മേലുള്ള അഭിഷേകത്തിന്റെ പുഷ്ടി നിമിത്തം നുഖം ഉടഞ്ഞു മാറട്ടെ. രോഗത്തിന്റെ നുഖങ്ങൾ ഉടഞ്ഞു മാറട്ടെ. രോഗത്തിന്റെ ബന്ധനങ്ങളുടെ കെട്ടഴിയട്ടെ. പ്രതികൂലങ്ങളുടെ കെട്ടഴിയട്ടെ. ശത്രുവിട്ട ബന്ധനങ്ങളുടെ കെട്ടഴിയട്ടെ. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിച്ച് ഇന്ന് പകൽക്കാലം ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവശക്തി ഞങ്ങളുടെ ശരീരത്തിൽ വ്യാപരിക്കട്ടെ. ഞങ്ങളുടെ തലമുറയിൽ വ്യാപരിക്കട്ടെ. ഞങ്ങളുടെ ഭവനങ്ങൾക്ക് വ്യാപരിക്കട്ടെ. അത് രോഗങ്ങളുടെ കെട്ടഴിക്കട്ടെ. അത് ബന്ധനങ്ങളുടെ കെട്ടഴിക്കട്ടെ. അത് ഞങ്ങളുടെ സമ്പത്തിന്റെ മേലുള്ള ബന്ധനങ്ങളുടെ കെട്ടഴിക്കട്ടെ. അത് ഞങ്ങളുടെ ജോലിയുടെ മേലുള്ള ബന്ധനങ്ങളുടെ കെട്ടഴിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവപ്രവർത്തി ഞങ്ങളുടെ ഭവനങ്ങൾക്കകത്ത് വെളിപ്പെട്ടു